ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ താമസിച്ച മൗഗ്ലി റിസോർട്ടിലാണ്. രാവിലെ 8 മണിയായി ഇറങ്ങാൻ നിൽക്കുക. നമ്മൾ ഇന്നലെ കൊറാക്കിൾ റൈഡ് നടത്തിയില്ലേ, അതാണ് ടെമ്പിളിൻ്റെ സൈഡ്, തുംഗഭദ്രയുടെ ഫ്രണ്ട് ഫേസ്. അവിടെ തന്നെയാണ് ബാക്കി എല്ലാ ടെമ്പിൾസും ഉള്ളത്. വിരൂപക്ഷയും വിഥാലയും ലോട്ടസ് മഹലും പുഷ്കർണി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്ഡ് വെല്ലാണ്. സ്റ്റെപ്പായി ഇറങ്ങിയിട്ട് ഉള്ള ഒരു വലിയൊരു കുളം. അങ്ങനെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർക്കപ്പെട്ട കുറേ സംഭവങ്ങൾ എന്തായിരുന്നു, എത്ര പ്രൗഢഗംഭീരമായിരുന്നു വിജയനഗര സാമ്രാജ്യം എന്നുള്ളത് നമ്മൾ ഇന്നാണ് ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത്. സോ ഹംപയിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. പകൽ വെളിച്ചത്തിൽ ഇന്നലത്തെ റിസോർട്ട് കാണിച്ചില്ലല്ലോ. ഇവിടെ ഇത്തരത്തിൽ കുറേ ഹട്ടുകളുണ്ട് കേട്ടോ. ബാമ്പു വെച്ചിട്ടുണ്ടാക്കിയ ഹട്ടാണ്, പക്ഷേ ഫ്ലോറിംഗ് ഒക്കെ ടൈൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഒരു ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ഡയസ് ഉണ്ട്. ഇത് നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ച കാഫറ്റീരിയ. ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഫുൾ കൃഷിയും സംഭവങ്ങളൊക്കെയാണ്. ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇറങ്ങല്ലേ? എല്ലാവരും റെഡി ആയോ? എന്താ ഉള്ളിലത്തെ സ്ഥിതി എന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. ഷാൽ വി ഗോ? കമോൺ. ഇതാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ പ്രതീതി തരുന്നത്. റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ കണ്ടോ? നെൽപ്പാടങ്ങളും ടാർ ചെയ്യാത്ത റോഡും. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ നമുക്ക് കേരളത്തെ ഓർമ്മ വരുമല്ലോ. സോ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്ത് തുടങ്ങി. 9 പേരുടെയും ലഗേജ് ഈ ഒരൊറ്റ ഡിക്കിയിൽ കൊള്ളിച്ചു. അത് അനദർ വണ്ടർ. അപ്പോൾ നമ്മൾ ഫുൾ പാക്കിങ് കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ അവിടെ ഫോട്ടോ എടുത്ത് അവർക്ക് മതിയാവണില്ല ഗൈസ്. ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ടെമ്പിൾ വിസിറ്റ് ഇറങ്ങാം. ഹംപി കിഷ്കിന്ദ റെസ്റ്റോറൻറ്റ്. കുറേ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ സ്കിപ്പ് ചെയ്തു, കാരണം ഇവിടുത്തെ പറഞ്ഞില്ലേ ഭക്ഷണം നോക്കിക്കണ്ടും കഴിക്കണം. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ദോശ എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. ഗൈസ്, ഇതൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. ജാഗരി ടീ. വിരൂപക്ഷ ടെമ്പിളിൻ്റെ അങ്ങോട്ട് തിരിയണേൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഇവിടെ ഒരു പമ്പുണ്ട്. ഈ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ജാഗരി ടീ ഉണ്ട്. നല്ല അടിപൊളി ചായ. ഇതൊന്ന് ട്രൈ ചെയ്തോളൂ. എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ? അടിപൊളിയാ. കാര്യമായിട്ട് ജാഗ്രത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നേരെ എടുത്തു തരും. സോ നമ്മൾ ഇന്നലെ പാർക്ക് ചെയ്തില്ലേ, ആ പാർക്കിങ്ങിൽ വീണ്ടും എത്തി. ഇനി വിരൂപക്ഷ ടെമ്പിൾ അതാ കാണുന്നു. 165 അടി ഉയരമുള്ള ഗോപുരമാണ് കേട്ടോ. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് കൃഷ്ണദേവരായരാണ്. അദ്ദേഹത്തിന്റെ സമയത്താണ് ഈ ടെമ്പിൾസ് ഒക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പണി കഴിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. അതിനു മുന്നേ ഈ ടെമ്പിൾ ഉണ്ടായിരുന്നു. ഇതാരാണ് ടെമ്പിൾ നിർമ്മിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ചരിത്രകാരന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ സമയത്താണ് വിജയനഗര സാമ്രാജ്യം അതിന്റെ ഏറ്റവും പ്രൗഢമായ കാലത്തിലേക്ക് പോയിട്ടുള്ളത്. സോ ഗോപുരത്തിന്റെ ഉള്ളിൽ കൂടെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 4 കെട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഈ സൈഡിലൂടെ ഒഴുകുന്ന തുംഗഭദ്ര റിവർ ഉണ്ടല്ലോ, ആ റിവർ ഇതിന്റെ ഉള്ളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം അവരിപ്പോൾ സ്ലാബ് ഇട്ട് മൂടി. ഇതിനടിയിലൂടെയാണ് തുംഗഭദ്ര റിവർ ഒഴുകുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു അത്ഭുതം എന്താന്ന് വെച്ചാൽ, ഈ കാണുന്ന ഗോപുരല്ലേ, ഈ ഗോപുരത്തിന്റെ നിഴല് സാളു മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അകത്തുണ്ട്. ആ മണ്ഡപത്തിനകത്ത് ഈ ഗോപുരത്തിന്റെ നിഴല് തല തിരിഞ്ഞിട്ടാണ് പതിക്കുന്നത്. അതായത് സാധാരണ നിഴല് നേരെയല്ലേ പതിക്കുക, ഇവിടെ തല തിരിഞ്ഞിട്ടാണ് പതിക്കുന്നത്. അതാണ് ഒരു അത്ഭുതം. 2 ക്യൂ ഉണ്ട്. ഈ ലെഫ്റ്റിലൂടെ പോകുന്ന ക്യൂ ഫ്രീ ആണ്, റൈറ്റിലൂടെ പോകുന്ന ക്യൂ പെയ്ഡ് ആണ്. റൈറ്റിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നടക്കാം, മറ്റേത് ആ സൈഡിലൂടെ ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ 25 രൂപയാണ് പെർ ഹെഡ്. ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ടാണ് ഫ്രീ ദർശനത്തിൽ ക്യൂ ഇല്ലാത്തത് കേട്ടോ. ഇന്നലെയൊക്കെ ഗംഭീര തിരക്കായിരുന്നു, ബസ് കണക്കിനായിരുന്നു ആൾക്കാർ വരുന്നുണ്ടായിരുന്നത്. സോ 25 റുപ്പീസ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ സ്ഥലത്ത് കൂടെ ദർശനം മേടിക്കാനായിട്ട് പോകാൻ പറ്റും. വിരൂപക്ഷ ടെമ്പിളിലെ ഡയറ്റ് ലോർഡ് ശിവയാണ്. അടിപൊളി പ്രസാദം. സോ ഇങ്ങനെയാണ് നമുക്ക് സാളു മണ്ഡപത്തേക്ക് പോവാം. സാളു മണ്ഡപം എന്നാണ് ഈ ഷാഡോ വന്ന് വീഴുന്ന ആ ഒരു സ്ഥലത്തെ പറയുന്നത് കേട്ടോ. ചേട്ടാ ഇങ്ങനെ ഇങ്ങോട്ട് വാ. ഇവിടെ വീണ്ടും പ്രസാദം കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള പ്രസാദം, പക്ഷെ കുറച്ചേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ പഴവും നെയ്യും പാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. ദിസ് ഈസ് ദ വേ ടു സാളു മണ്ഡപം. സോ ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ഷാഡോ വന്ന് പതിക്കുക കേട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ ഹാള് കാണിച്ചു തരാം. ഇതേ അതിലൂടെ ആണ് അവിടെ നിന്നുള്ള റിഫ്ലക്ഷൻ വരുന്നത്. ആ ഷാഡോ വന്നിട്ട് നേരെ ഇവിടെ പതിക്കും. സുബിയേട്ടാ പോയിട്ട് അവിടെ ഒന്ന് മറച്ചു പിടിച്ചേ. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കൈയൊക്കെ ഇട്ട് നോക്കാം. ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ തിരിയുക. പക്ഷേ ഈ പിൻ ഹോൾ എഫക്റ്റ് കാരണമാണ് ഈ ഷാഡോ ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അത് മറച്ചപ്പോൾ മുഴുവൻ പോയി, കണ്ടോ, ഫുള്ളി ഇരുട്ടാ. ഇനി പതുക്കെ തുറന്നേ, കണ്ടോ, വന്നില്ലേ. ഈ ഷാഡോ പതിക്കുന്നതിന് പിൻ ഹോൾ ടെക്നോളജി എന്നാണ് പിന്നീട്. പണ്ട് കാലത്ത് അറിയാൻ പറ്റിയില്ല ഇതെങ്ങനെയാണ് സംഭവം എന്ന് അത്ഭുതപ്പെട്ടിരുന്നു. എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വന്നവർ ഒരുപാട് അന്വേഷിച്ചിട്ടാണ്
പിന്നീട് ഇത് പിൻ ഹോൾ ടെക്നോളജി കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ ഷാഡോ ഇൻവേർട്ടായിട്ട് പതിക്കുന്നതാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പിൻ ഹോൾ ടെക്നോളജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഈസി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതൊരു മെഴുകുതിരിയാണെന്ന് വിചാരിക്കുക. മെഴുകുതിരിയുടെ ഇപ്പുറത്ത് നമ്മളൊരു ചെറിയ ദ്വാരത്തിൽ ചെറിയൊരു സുഷിരം ഇട്ടിട്ട് ഒരു ചാർട്ട് വെക്കുകയാണ്, ചാർട്ടോ പേപ്പറോ എന്തെങ്കിലും വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ മെഴുകുതിരിയുടെ നിഴൽ ഈ ചാർട്ടിൻ്റെ ഉള്ളിലൂടെ, ഈ പിൻ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്ത് പതിക്കാനായിട്ട് ഒരു ഒബ്ജക്റ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ഈ പിൻ ഹോള് ശരിക്കും ഒരു എന്താ പറയുക ലെൻസ് പോലെ പ്രവർത്തിക്കുകയാണ്. ഈ പിൻ ഹോളും ഈ ഒബ്ജക്റ്റ്, ഈ മെഴുകുതിരിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈ പിൻ ഹോളിൻ്റെ റേഡിയസും അതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. ഇതിൻ്റെ ഈ ഷാഡോ വരുന്നതിൻ്റെ ഫാക്ടേഴ്സാണ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഷാഡോ വരുന്നതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു സെയിം ടെക്നോളജിയാണ് 15-ാം നൂറ്റാണ്ടിൽ ഏകദേശം 800 വർഷം മുന്നേ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1800-ലാണ് ക്യാമറ കണ്ടുപിടിച്ചത്. ക്യാമറ നമ്മൾ ഇങ്ങനെ വ്യൂ ഫൈൻഡറായിട്ട് നോക്കില്ലേ, ഈ വ്യൂ ഫൈൻഡറായിട്ട് നോക്കുമ്പോൾ അതിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഒബ്ജക്റ്റ് തലതിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതേ ഒരു പ്രതിഭാസം തന്നെയാണ് ഇതിനകത്ത് ഈ പിൻ ഹോൾ എഫക്റ്റിൽ സംഭവിക്കുന്നത്. ആ ഹോളും പിന്നെ ഗോപുരം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ആ ഹോളിൻ്റെ റേഡിയസ്, ഇതൊക്കെ അതിനെ അഫക്റ്റ് ചെയ്യും. ആ ഒരു ഷാഡോൻ്റെ ഷാർപ്നെസ്സിനെ അഫക്റ്റ് ചെയ്യും. സോ 1800 കണ്ടുപിടിച്ച ക്യാമറയിൽ ഉണ്ടായിരുന്ന ആ ഒരു ടെക്നോളജി 300 വർഷം മുന്നേ ഈ ഒരു അമ്പലത്തിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനെ വണ്ടറാക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഒരു സ്ഥലമായിട്ട് ഹംപിയും അതുപോലെ തന്നെ ഒരു ടെമ്പിൾ, വളരെ റയറായിട്ടാണ് ടെമ്പിൾസ് യുനെസ്കോ ലിസ്റ്റ് ചെയ്യുന്നത്. വിരൂപക്ഷ ടെമ്പിളും ഹംപിയിലെ വിത്താല ടെമ്പിളും ഒക്കെ യുനെസ്കോ ലിസ്റ്റ് ചെയ്യാൻ കാരണം ഈ അത്ഭുതങ്ങളാണ്. ഇനി ലക്ഷ്മിയുടെ ദർശനം കഴിഞ്ഞോ ഇല്ലേന്നൊന്നും അറിയില്ല. ലക്ഷ്മിക്ക് ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പോയി നോക്കാം നമുക്ക് ലക്ഷ്മി പോയോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ തിരക്ക് ഒന്നുകൂടെ കൂടിയേ. ഇത് ആക്ച്വലി നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വർക്കിംഗ് ഡേയ്സിൽ ഈ ടെമ്പിൾസ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹിപ്പി ഐലൻഡ് നമ്മൾ ഇന്നലെ പോയില്ലേ, ഇന്നലെ പോയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വീക്കെൻഡും സെലക്ട് ചെയ്യുക. കാരണം സൺഡേസിലും സാറ്റർഡേസിലും ഇവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇന്നലെ ബസ് കണക്കിനാണ് ആൾക്കാർ വരുന്നുണ്ടായിരുന്നത്. ഒരു മിനിറ്റ്. അതുകൊണ്ട് ടെമ്പിൾസ് വീക്ക് ഡേയ്സിലും ഹിപ്പി ഐലൻഡിൻ്റെ സൈഡ് വീക്കെൻഡിലും വിസിറ്റ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന പഴം നമുക്ക് അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. സംഭവം എന്താ വെച്ചാൽ ആനയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അത്രേ. ഈ വരുന്നവരെല്ലാവരും പഴം കൊടുത്തിട്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച പഴം ഉണ്ടല്ലോ, അത് നമ്മൾ പുറത്ത് തന്നെ വെക്കേണ്ടി വന്നു. എവിടെ ലക്ഷ്മിക്കുട്ടി എവിടെ? യെസ്, ലക്ഷ്മിക്കുട്ടി അതാ നിൽക്കുന്നു. ലക്ഷ്മിക്കുട്ടി സാധാരണ ദർശന സമയത്ത് ഇങ്ങനെ ഇവിടെ കൂടെ ഇങ്ങനെ നടക്കും. പക്ഷേ ഇപ്പോൾ അതിനകത്താണ്, ആനക്കൂട്ടിനകത്താണ് ഇപ്പോൾ ദർശനം കൊടുക്കുന്നത്. കൊടുക്കുക ആനയ്ക്ക് കൊടുക്ക്. ആനയ്ക്ക് പൈസ കൊടുക്കുക. സോറി, ലക്ഷ്മിക്ക് പൈസ കൊടുത്തു. ലക്ഷ്മി അനുഗ്രഹം കറക്റ്റ്. പഴം കൊടുത്താൽ കഴിക്കും. ഒന്നുകൂടെ കൊടുത്തേക്ക് ഒരാൾ. പഴം ഉണ്ട് അളിയൻ്റെ. പഴം കൊടുക്കുകയാണെങ്കിൽ മുപ്പര് നേരെ കഴിക്കുക. പൈസ കൊടുക്കുകയാണെങ്കിൽ പാപ്പാൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അനുഗ്രഹം തരും. അനിച്ചു കറക്റ്റ് കൊടുത്തോ. കണ്ടില്ലേ ലക്ഷ്മി, കണ്ടോ ലക്ഷ്മി? ഇപ്പം കൊടുക്ക്. നേരെ പാപ്പാൻ്റെ കയ്യിൽ നീച്ചുവിന് അനുഗ്രഹം കൊടുക്കുക. അയ്യോ അത് ഭയങ്കര വണ്ടർ അല്ലേ. ബൈ ലക്ഷ്മി, ബൈ. വിരൂപക്ഷ ടെമ്പിൾ കണ്ടു. വിരൂപക്ഷ ടെമ്പിളിൻ്റെ ഇൻവെർട്ടഡ് ഷാഡോ കണ്ടു. പിൻ ഹോൾ എഫക്റ്റിൻ്റെ ആ ഒരു തിയറി അല്ല പ്രാക്ടിക്കൽ കണ്ടു. ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററുണ്ട് വിത്താലേക്ക്. ഇതിൻ്റെ അടുത്താണ് മാത്തങ്ക ഹില്ല് കേട്ടോ. ഒരു മാത്തങ്ക മുനിയുടെ രാമായണവുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. പക്ഷേ ഇപ്പോൾ നട്ടുച്ചയാണ്. ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമ്മളൊരു വിധാവും. സോ ആഫ്റ്റർനൂൺ മാത്തങ്ക ഹില്ല് പിടിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി അവിടെ വെച്ചു, കാർ അവിടെ വെച്ചു, എന്നിട്ട് ഓട്ടോയിലെടുത്തേ പറയുന്നത് കേൾക്കണാവോ. ഇനി നമ്മൾ നേരെ ലോട്ടസ് മഹലിലേക്ക് പോവുകയാണ്. വിത്താല ടെമ്പിൾ കുറച്ചും കൂടെ ദൂരെയാണ്, ലോട്ടസ് മഹലാണ് അടുത്ത്. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിത്താല ടെമ്പിൾ.
സോ നമ്മുടെ വണ്ടി എടുത്ത് കറങ്ങുന്നതിനേക്കാൾ ഈസി. ഇന്നിപ്പോൾ തിരക്ക് കുറവാണ്, ചില സമയത്ത് നല്ല തിരക്കായിരിക്കും. ആ സമയത്ത് നിങ്ങൾ സ്വന്തം വണ്ടി പാർക്ക് ചെയ്തിട്ട് വിരുപക്ഷയുടെ പാർക്ക് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ഇൻ ആൻഡ് അറൗണ്ടിലെ സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ലോട്ടസ് മഹലും എലഫൻറ്റ് സ്റ്റേബിൾ, ആനേനെ നിർത്തുന്ന കോട്ടയും റംഗ ടെമ്പിളും, ഈ 3 സംഭവങ്ങളും ഇതിനകത്താണ്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നാൽ നമുക്കിവിടെ ടിക്കറ്റ് കിട്ടും. ഓൺലൈനായിട്ട് കിട്ടും, പക്ഷേ എന്തോ സൈറ്റ് പ്രശ്നമായതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് PDF വന്നില്ല. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഫോണിലേക്ക് അയച്ചു തന്നു. ഓൺലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ 35 രൂപ, ഓഫ്ലൈനായിട്ട് എടുക്കുകയാണെങ്കിൽ 40 രൂപ പെർ ഹെഡ് കേട്ടോ. പബ്ലിക് ടോയ്ലറ്റാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വൃത്തിയുള്ളൊരു പബ്ലിക് ടോയ്ലറ്റ് കാണുന്നത്. അമ്പിയിൽ വന്നിട്ടേ ഇത്രയും ക്ലീൻ ആയിട്ട് ഇതുവരെ കണ്ടില്ല. അതായിട്ട് ഫുൾ ക്ലീൻ. യൂറിനൽസ് ആണെങ്കിലും കമോഡാണെങ്കിലും നല്ല ക്ലീനാണ്. പുറത്ത് വെക്കുന്ന ആൾ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി തരാൻ പറ്റുകയാണെങ്കിൽ തരണം, അത്രയേ ഉള്ളൂ. ഫ്രീ ആണ് ഇപ്പോൾ ആക്ച്വലി. കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട. ഇത് കൃഷ്ണദേവരായറില്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ റാണിയുടെ കൊട്ടാരത്തിൻ്റെ ബേസ്മെൻറ്റാണ്. ഈ ബേസ്മെൻറ്റിനോട് ചേർന്ന് തന്നെ ഉള്ള ഇതാണ് നമ്മുടെ ലോട്ടസ് മഹൽ. ലോട്ടസ് മഹലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെറുതെ വന്ന് റിലാക്സ് ചെയ്തിരിക്കാനുള്ള ഒരു സ്ഥലം. താമര പോലെയുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ്, ഫ്രെയിംസൊക്കെ കണ്ടില്ലേ, ഫ്രെയിംസൊക്കെ താമരയുടെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് ലോട്ടസ് മഹൽ എന്ന് പേരിട്ടിരിക്കുന്നത്. പിന്നെ ദൂരെ നമുക്ക് വാച്ച് ടവർ കാണാം ഫോർ സെക്യൂരിറ്റി. പക്ഷേ അംഗരക്ഷകർക്കൊന്നും രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് വേണം നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയാൻ. ഈ വിജയനഗര സാമ്രാജ്യമായിട്ട് അവസാനം യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു വിഭാഗം, അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗം എന്ന് പറയുന്നത് ഡെക്കാൻ സുൽത്താനേറ്റ് ആണ്. അവരാണ് ഈ വിജയനഗര സാമ്രാജ്യത്തെ മൊത്തത്തിൽ ഇങ്ങനെ തകർത്തത്. എന്തിനാണ് അങ്ങനെ ഒരു അത്രയും വലിയ മോഷണം മാത്രമായിരുന്നില്ല, മോഷ്ടിക്കാനാണെങ്കിൽ അവർക്ക് സംഭവങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ട് ഇവിടെ കൊട്ടാരങ്ങൾ ഇതൊക്കെ തകർക്കാതെ വെക്കായിരുന്നു. പക്ഷേ ഈ ഒരു ഡൈനാസ്റ്റിയുടെ, ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ മൊത്തം തകർച്ച, ഇത്തരത്തിലുള്ള ഇത്രയും പ്രഗത്ഭമായ ഒരു സംഭവം വേണ്ട. ഒരു കാലത്ത് ഡെക്കാൻ സുൽത്താനേറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു വിജയനഗര സാമ്രാജ്യവുമായിട്ട്. ഇവരുമായിട്ട് പല കച്ചവടം ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു റീസൺ, ചിലപ്പോൾ ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു സംഭവം ഈ ലോകത്ത് വേണ്ട എന്ന ചിന്തയൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിൽ ഇവരെ ഇത്രയും നശിപ്പിക്കാനുള്ള കാരണം. ഇപ്പോഴും മനസ്സിലാവാത്ത ചരിത്രകാരന്മാർക്ക് ഇതുവരെ പിടികിട്ടാത്തൊരു സംഭവമാണ് എന്തിനാണ് ഈ ഡെക്കാൻ സുൽത്താനേറ്റ് ഇത്തരത്തിലുള്ളൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടത്. അതിൻ്റെ റീസൺ ഇന്നും തെളിയാതെ അങ്ങനെ നിൽക്കുകയാണ്. 2 സ്റ്റോറിയുടെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ലോട്ടസ് മഹൽ. പക്ഷേ കോണി എവിടെ മേലേക്ക് പോകാൻ എന്നുള്ളതാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഇവിടെ ആയിരുന്നു എന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ ആർക്കും കയറാൻ പറ്റില്ല, ഉള്ളിൽ പോയിട്ട് ഒരിക്കലൊന്നും അലൗഡല്ല. പിന്നെ മേലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇതിൻ്റെ ഉള്ളിലാണ്. 1500-ലും 1600-ലൊക്കെ ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുമ്പോഴും ഇത്രയും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഡൈനാസ്റ്റി തകർന്നല്ലോ എന്നുള്ളൊരു വിഷമം, അത് നമ്മളെ ശരിക്കും ഇത് വന്ന് കാണുമ്പോൾ മനസ്സിലിങ്ങനെ നമുക്ക് തോന്നും. കൃഷ്ണദേവരായർ പോലുള്ള ഒരു പ്രഗത്ഭനായ രാജാവ്, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നും. ഈ ലോട്ടസ് മഹൽ കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പണ്ട് ആനേനെ നിർത്തിയിരുന്ന ആനയുടെ ഷെഡ് കാണാം. ഷെഡ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ സംഭവം ഒന്നുമല്ല കേട്ടോ. പ്രൗഢഗംഭീരമായ സ്ഥലങ്ങളാണ് കൃഷ്ണദേവരായർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതിനാണ് എലിഫൻറ്റ് സ്റ്റേബിൾ എന്ന് പറയാം. ഈ കോട്ടമതിലിൻ്റെ അപ്പുറമാണ് എലിഫൻറ്റ് സ്റ്റേബിൾ. അപ്പോൾ ആന എങ്ങനെയായിരിക്കും അപ്പുറക്ക് കിടക്കുക? വേറെ വഴി ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വഴി, ആനയ്ക്ക് കിടക്കാൻ വേറെ വഴി ഉണ്ടാവണമല്ലോ. സോ ഇതാണ് എലിഫൻറ്റ് സ്റ്റേബിൾ. ആനയ്ക്ക് കിടക്കാൻ പാകത്തിന് വലിയ കവാടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടാവുമല്ലോ, ഒന്നാകുമ്പം ഈ മറ്റേ ദസറയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയങ്ങളിൽ വരുന്ന സ്പെഷ്യൽ എലിഫൻസിനെ നിർത്താനുള്ള സ്ഥലമാണ് ഈ എലിഫൻറ്റ് സ്റ്റേബിൾ. ഇതിൻ്റെ ചെറുതാണോ? ഓ മൈ ഗോഡ്, ആന. നിച്ചോ, ദേവരായരുടെ ആന നിന്ന സ്ഥലമാണിത്. ദേവരായരുടെ ആന. ഓ, മേലെ ഡോം ലൈക്ക് സ്ട്രക്ചറാണേ. ഇതെന്തിനാണെന്നറിയോ? ഇത് ആനപ്പാപ്പന്മാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആനകളുടെ കൂടെ ആനപ്പാപ്പന്മാരുണ്ടാവുമല്ലോ. സോ ഇവിടെ നിന്നും അവിടെ നിന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം ആനപ്പാപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ സംഭവങ്ങളാണിത്. ഇതെന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് ഇവിടുത്തെ ഗാർഡ്സിന് താമസിക്കാനുള്ള അവരുടെ വീടായിരുന്നു. എലിഫൻറ്റ് സ്റ്റേബിളിനോട് ചേർന്നിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ്. ഇവിടെയാണ് വിജയനഗര സാമ്രാജ്യത്തിലെ സെക്യൂരിറ്റീസ് അവർ താമസിച്ചിരുന്നത്. ഇവിടെ കുറേ സ്കൾപ്ചേഴ്സ് കാണാം കേട്ടോ. നമ്മുടെ സ്വന്തം ഹനുമാൻ്റെ സ്കൾപ്ചർ. ഒരു മ്യൂസിയം പോലെ കുറേ സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഗാർഡ്സിൻ്റെ വീട് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മ്യൂസിയം പോലെ കുറേ സ്കൾപ്ചേഴ്സൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് ടൂറിസ്റ്റിന് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലോട്ടസ് മഹൽ, എലിഫൻറ്റ് സ്റ്റേബിൾ, ഗാർഡ്സ് ഹൗസ് ഇതൊക്കെ ഒരു ഏരിയയിലാണ്.
അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഒന്നല്ലെങ്കിൽ ക്യൂൻസ് ബാത്ത്, അല്ലെങ്കിൽ അവിടെ വേറെ എന്താ വിത്താല ടെമ്പിളൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഓട്ടോക്കാരിനെ അടുത്ത് എങ്ങോട്ടോ കൊണ്ടുപോകണം നോക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് ലോട്ടസ് മഹലിൻ്റെ തൊട്ടടുത്ത് തന്നെ പുഷ്കരണി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ്ഡ് വെല്ല്, സ്റ്റെപ്പായിട്ട് വെല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുണ്ട്. പിന്നെ നവമി സമയത്ത് കൃഷ്ണദേവരായർ വന്നിട്ട് നാട്ടുകാരെ അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആ ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംഭവമുണ്ട്. വിലപിടിപ്പുള്ള പലതും സൂക്ഷിക്കാൻ ഒരു സീക്രട്ട് ചേംബർ ഉണ്ട് ഇവിടെ, അണ്ടർഗ്രൗണ്ട് സീക്രട്ട് ചേംബർ. അതിലേക്കുള്ള വഴിയാണിത്. നമ്മൾ അത്യാവശ്യം സ്റ്റീപ്പാണ് കേട്ടോ. അയ്യോ, സ്റ്റോറേജ് സ്പേസ് എന്നാ പറഞ്ഞത് കേട്ടോ, സ്റ്റോർ റൂം. അയ്യോ, വെളിച്ചില്ലല്ലോ, കണ്ണടയൊന്നുമില്ല, ഒരു വെയിലത്ത് വന്നതുകൊണ്ടേ കണ്ണും കാണാനില്ല. രഹസ്യമായ ഇതിൽ ഫുൾ ആൾക്കാരാണല്ലോ ഇവിടെ. ഏത് കൂടെ, ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് പോവാ അല്ലേ? ഇരുട്ടാ, ഭയങ്കര ഇരുട്ട് ഇവിടെ. പേടിപ്പിക്കുക, പേടിച്ചു. ജസ്റ്റ് നമ്മളിങ്ങനെ പോയി റൗണ്ട് അടിച്ച് ഇങ്ങനെ വന്നു. എന്നാൽ തിരിച്ചു പോവാം. ഇനി ഇവിടെ കാണാനുള്ളത് സ്റ്റെപ്പ്ഡ് വെല്ലാണ്. സോ ദിസ് ഈസ് ദ സ്റ്റെപ്പ്ഡ് വെൽ. ഇവിടെ കുളിക്കാനുള്ള കുളമല്ല കേട്ടോ, അമ്പലത്തിലെ ആവശ്യങ്ങൾക്കും പൂജകൾക്കൊക്കെ ആയിട്ട് വെള്ളം കളക്ട് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. കുറച്ച് വെള്ളം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇത് പല സ്ഥലങ്ങളിൽ നിന്ന്, ഇത് എവിടെ നിന്നൊക്കെയാണ് ഒഴുകി വരുന്നതെന്ന് എനിക്കറിയില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് ത്രൂ ഔട്ട് ഉണ്ട്. ചിലപ്പോൾ തുംഗഭദ്ര റിവറിൽ നിന്നൊക്കെ ഒഴുക്കി കൊണ്ടുവരണമാണോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെ മൊത്തത്തിൽ ഒരു പൈപ്പ് പോലെ കല്ല് വെച്ചിട്ട് പണിതിട്ടുണ്ട്. നേരെ എന്നിട്ട് ഇങ്ങോട്ടേക്ക് വെള്ളം വീഴും. ഇവിടെയാണ് കൃഷ്ണദേവരായർ നവമി പോലെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ പ്രോഗ്രാംസ് ഇരുന്ന് കാണുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സ്റ്റേജാണിത്, സ്റ്റേജ്. അതിൻ്റെ പേരാണ് സ്പെഷ്യൽ നവമി ഡിബ്ബ. പല നാട്ടുരാജാക്കന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ നമ്മുടെ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞ പോലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് കൃഷ്ണദേവരായരിരുന്നിട്ട് ഒരു വ്യൂ നോക്കിക്കേ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിൽ പുഷ്കരണി, ഇവിടെ നമ്മുടെ രഹസ്യ ചേംബർ, പിന്നെ അവിടെ ആയിട്ടാണ് നമ്മുടെ ലോട്ടസ് മഹലും സംഭവങ്ങളൊക്കെ. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണദേവരായർക്ക് ഇങ്ങനെ കാണാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ഇവിടെ എത്തിയോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നവമി ഡിബ്ബ. ഇതിൻ്റെ പുറകിലായിട്ട് അകത്തേക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇത് വേറൊരു വഴിയല്ലേ, രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജാവായിരിക്കും ഫ്രണ്ടിലൂടെ കയറി വരിക, ബാക്കിയുള്ള ആളുകൾക്ക് കയറി വരാനുള്ള വഴിയായിരിക്കും ബാക്ക് സൈഡിലൂടെ. അപ്പോൾ നമ്മൾ അതിലൂടെ ബാക്കിലിറങ്ങി. അപ്പോൾ ഇനി ഓട്ടോ ഫ്രണ്ടിലുണ്ടാവുമെന്നാണ് പറഞ്ഞത്. വിശന്നിട്ട് വയ്യ ഗൈസ്, അതാണ് വേറൊരു കാര്യം. ഇപ്പോൾ എത്രയും അറിയോ, 2:45 ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ ഒരു ഇതിൻ്റെ ഒരു മാപ്പ് എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പോവാം അളിയാ, വിടാം. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കാം. പക്ഷേ ഓട്ടോക്കാരൻ വേറെ എന്തൊക്കെയോ 2-3 സ്ഥലം കൂടെ പറയുണ്ടായിരുന്നു അത് കണ്ടിട്ട്. പക്ഷേ സമയത്ര ആയ സ്ഥിതിക്ക് നോക്കട്ടെ എന്താ നെക്സ്റ്റ് പരിപാടി എന്നുള്ളത്. ഇടയിൽ നമ്മളൊരു ബ്രേക്ക് എടുത്തു. ഇനി വയ്യ, ഇനി ഭക്ഷണം കഴിക്കാതെ വയ്യ. 3 മണി ആവാനായി. ഇനി കുറച്ച് എനർജി കയറ്റട്ടെ, അതിന് ശേഷം ബാക്കി. ഏകദേശം ഇന്നലത്തെ അതേപോലത്തെ ലഞ്ച്, ചപ്പാത്തി, ചാവൽ, രസം, 2 കറി, ഉപ്പേരി. ഇതിൻ്റെ പേരെന്തായിരുന്നു? കേസരി. കേസരി ബാത്ത്, തൈര്. അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. ഇറങ്ങിയാലും അപ്പോൾ നമ്മൾ വിജയ വിത്താല ടെമ്പിളിൻ്റെ എൻട്രൻസിലേക്ക് എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒന്നല്ലെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ ബഗ്ഗി ഉണ്ടെന്ന് കേട്ടു. നോക്കട്ടെ ബഗ്ഗി കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. ഇതാ വരണു ഇലക്ട്രിക് ബഗ്ഗി. ഇതുപോലുള്ള ഇലക്ട്രിക് ബഗ്ഗിയിൽ പോകാനാണ് ഈ കണ്ട ക്യൂ. പക്ഷേ ലോട്ടസ് മഹലിൽ പോകുമ്പോൾ നമ്മൾ എടുത്തില്ല, ആ ടിക്കറ്റ് തന്നെ ഇവിടെ യൂസ് ചെയ്യാം. പക്ഷേ ബഗ്ഗി കയറാൻ ഇത്രയും ക്യൂ നിൽക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി എത്തി, നമ്മുടെ ഇലക്ട്രിക് ബഗ്ഗി. നമുക്ക് പുറകിലിരിക്കാം. പെർ ഹെഡ് 20 കേട്ടോ, 2 വേ. 1 വേ ആണെങ്കിൽ പെർ ഹെഡ് 10 റുപ്പീസ്. അപ്പോൾ വിജയ വിത്താല ടെമ്പിളിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് മിക്കവാറും ഇവിടെയാണ് കാണിക്കേണ്ടി വരിക. ഇതുവരെ ചോദിച്ചിട്ടില്ലായിരുന്നു. മ്യൂസിക്കൽ പില്ലേഴ്സും അതുപോലെ തന്നെ കല്ലിൽ തീർത്ത രഥവും
അതുപോലെ ഇവിടുത്തെ കൊത്തുപണികളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ കല്ലിൽ തീർത്ത രഥത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആകെ 3 രഥങ്ങളാണ് ഉള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 രഥങ്ങൾ. അതിലൊന്നിരിക്കുന്നത് ഒഡീഷയിലെ കൊണാർക്ക് സൺ ടെമ്പിളിലാണ്, മറ്റൊന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ മഹാബലിപുരം ടെമ്പിളിൽ, പിന്നീടുള്ള ഒരു സംഭവം ഇരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന ഹംപിയിലെ വിഥാല ടെമ്പിളിലാണ്. ഇത് നിർമ്മിച്ച സമയത്ത് ഒറ്റ കല്ലിൽ തീർത്ത ഒരു രഥം പോലെയായിരുന്നു കാണുന്നുണ്ടായിരുന്നത്, മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ജോയിൻസ് ഒന്നും. ഇപ്പോൾ കാലപ്പഴക്കം മൂലം ആനയുടെ തുമ്പിക്കൈക്കും മറ്റു പല ഭാഗങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളുടെ പുതിയ 50 രൂപ നോട്ടിൻ്റെ പുറകിൽ കാണുന്ന ആ ഒരു ചിത്രം. 50 രൂപയുടെ പുറകിലുള്ള അതേ രഥമാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലേ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ രഥമെന്ന്. നമ്മുടെ ഇന്ത്യൻ കറൻസിയിലെ 50 രൂപയുടെ പുറകിലുള്ള രഥം അത് ഹംപിയിലെ വിഥാല ടെമ്പിളിലെ ഈ രഥമാണ്. ടെമ്പിളിന്റെ നടുക്കായിട്ട് ഉള്ള ഈ ഒരു ഗോപുരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചറിൽ ഈ കാണുന്ന പില്ലറില്ലേ, ഈ വലിയ പില്ലറിന്റെ ഇടയിലുള്ള കുറെ ചെറിയ പില്ലേഴ്സ് ഇല്ലേ, ഇതിൽ നിന്നുമാണ് നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിലെ സപ്തസ്വരങ്ങളില്ലേ, സരി ഗമ പദ നീ വരെ, ആ നീ വരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മ്യൂസിക്കൽ പില്ലേഴ്സ് ആണ് ഇത്. ഈ മ്യൂസിക്കൽ പില്ലേഴ്സ് നിന്നും എങ്ങനെയാണ് ഈ ശബ്ദം പുറപ്പെടുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസർച്ചേഴ്സും ഒരുപാട് ആൾക്കാർ ഇതിൽ വന്ന് പരിശോധിക്കുകയുണ്ടായി. അവരാദ്യം വിചാരിച്ചത് സാധാരണ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ലേ, ചെണ്ട, ഫ്ലൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ ഹോളോ ആണല്ലോ, ഉള്ളിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ വിചാരിച്ചു ഈ പില്ലറിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, പില്ലറിൻ്റെ അകത്ത് പൊള്ളയാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡിഫറെൻറ്റ് സൗണ്ടുകൾ വരുന്നത്. അങ്ങനെ ആ തിയറി പ്രാബല്യത്തിലിരിക്കുന്ന സമയത്താണ് ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇതിൻ്റെ ഒരു പില്ലർ അങ്ങോട്ട് അറുത്തെടുത്തിട്ട് കൊണ്ടുപോയി. എന്നിട്ട് ഇത് മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഹോളോ ആണോ, അതായത് ആ തിയറി ശരിയാണോ എന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ആ തിയറി തെറ്റാണ്. ഒരു സാധാരണ തൂണില്ലേ, അതായത് ഉള്ളിൽ പൊള്ളയല്ലാത്ത റിജിഡായിട്ടുള്ള തൂണ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ അതല്ല കാരണം ഈ സൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ബ്രിട്ടീഷുകാർ വീണ്ടും എന്താണ് ഇത്രയും മികവോട് കൂടിയിട്ട് എന്താണ് ഇതിനകത്തുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ പരിശോധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഹംപി പരിസരത്ത് കാണുന്ന സാൻഡ് സ്റ്റോൺ, അതാണ് ഇവിടുത്തെ കോമൺ ആയിട്ട് കാണുന്ന മെറ്റീരിയൽ. ആ സാൻഡ് സ്റ്റോൺ കൊണ്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല, ഇത്തരത്തിലുള്ള ഒരു ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും ഇവരെന്ത് ചെയ്തു, പഠിക്കാൻ തുടങ്ങി എന്തായിരിക്കും ഇതിൻ്റെ പുറകിലെ റീസൺ. അങ്ങനെ വിചാരിച്ചു ഡെൻസിറ്റിയിലുള്ള ചേഞ്ച് ആയിരിക്കും, അതായത് ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം, വിഡ്ത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അങ്ങനെ 7 എണ്ണത്തിൻ്റെയും മൊത്തം ഡയമെൻഷനും കാര്യങ്ങളും എടുത്ത് നോക്കിയപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അത്രയും യൂണിഫോം ആയിട്ടാണ് 7 പില്ലേഴ്സ് ഇരിക്കുന്നത്. പക്ഷേ 7 പില്ലേഴ്സിലും തട്ടി നോക്കുമ്പോൾ ഇതിന് സൗണ്ട് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാകുമ്പോൾ നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കണം, ടാപ്പ് ചെയ്യുമ്പോഴാണ് സൗണ്ട് വരുന്നത്. അങ്ങനെ ടാപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപോലെയുള്ള പില്ലേഴ്സ് ആയിട്ട് പോലും 7 ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. ഇവിടെ പില്ലേഴ്സിൻ്റെ താഴെയായിട്ട് QR കോഡ് വെച്ചിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പുറപ്പെടുന്ന സൗണ്ട് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് ഓൺലൈനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട്, കാരണം പഴക്കം ചെന്നതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ശബ്ദം ഇപ്പോൾ കിട്ടുന്നില്ല, അതുകൊണ്ടായിരിക്കും അവർ QR കോഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു റിജിഡ് കല്ലിൻ്റെ മുകളിൽ കൊട്ടുന്ന പോലെ ഇവിടെ നോക്കിയൊക്കെ കണ്ടോ, ഒരു വ്യത്യാസം കണ്ടില്ലേ? ഇത് ഓരോന്നിലും ഓരോരോ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഹോളോ ആണെന്ന് വിചാരിച്ചിട്ട്, ഞാൻ നേരത്തെ കഥ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഹോളോ ആണെന്ന് വിചാരിച്ചിട്ട് മുറിച്ച് നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും, പക്ഷേ ശബ്ദം വരുന്നുണ്ട്. അതാണ് അത്ഭുതം. അങ്ങനെ 1500-ൽ ഉണ്ടാക്കിയ ഈ ഒരു മഹാസൃഷ്ടിയുടെ രഹസ്യം എന്താണെന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, എങ്ങനെയാണ് ശബ്ദം വന്നു എന്നുള്ളത്. സൈമാറ്റിക് പാറ്റേൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സൈമാറ്റിക് പാറ്റേൺസ് ആണ്, അതായത് മ്യൂസിക്കിൻ്റെ 3D വിഷ്വലൈസേഷൻ. നമ്മൾ സാധാരണ ഫോണിലൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ ഒരു ഗ്രാഫ് കാണില്ലേ മ്യൂസിക്കിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ 3D ആണ് സൈമാറ്റിക് വിഷ്വലൈസേഷൻ. കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം, ഉള്ളിലുള്ള വെള്ളം ഒരു വൈബ്രേഷൻ വരില്ലേ, ആ പാറ്റേൺ ആണ് സൈമാറ്റിക് പാറ്റേൺസ്. അപ്പോൾ ഈ 3D വിഷ്വലൈസേഷൻ ഓഫ് മ്യൂസിക് ഒക്കെ വന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ശ്രമകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു മ്യൂസിക്കിൻ്റെ 3D വിഷ്വലൈസേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷേ 1500-ൽ ഉണ്ടാക്കിയ ഈ ടെമ്പിളിൽ ഓരോ പില്ലറിന്നും വരുന്ന ശബ്ദത്തിന്റെ ആ ഒരു പാറ്റേൺ, സൈമാറ്റിക് പാറ്റേൺ ഇവിടെ റൂഫിൽ എന്താ പറയുക കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അടുത്ത് കണ്ടുപിടിച്ച ഈ 3D വിഷ്വലൈസേഷൻ ഓഫ് മ്യൂസിക് ഇതെങ്ങനെയാണ് ആ കാലത്ത് റൂഫിൻ്റെ മുകളിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് അതും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെയാണ് ഇവിടുത്തെ അത്ഭുതം. അത്ഭുതം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, മഹാത്ഭുതങ്ങളാണ്. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ മാത്രം സൃഷ്ടിക്കപ്പെടണം എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു രാജാവ് കൃഷ്ണദേവരായർ, അദ്ദേഹത്തിൻ്റെ ഒരു മഹാസാമ്രാജ്യമാണ് ഗൈസ് ഈ വിജയനഗര സാമ്രാജ്യം.
ഇതിപ്പോൾ യുനെസ്കോൻ്റെയും അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ സംരക്ഷണത്തിലാണ്. എങ്കിൽ പോലും ഇത് എത്ര നാൾ ഇനിയും ഉണ്ടാവും എന്നറിയില്ല. ഈ ഒരു റൂയിൻസെങ്കിലും കണ്ട് നമ്മളുടെ പൂർവികരുടെ ഈ ഒരു പ്രൗഢഗംഭീരമായ സൃഷ്ടി വന്ന് കാണുക. ഏത് കാലത്താണ് ഇമാതിരി സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഇത്രയേറെ ജനലക്ഷങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. സോ ഇത് മിസ് ചെയ്യരുത്, ഹംപി വിസിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒരു ഹില്ല് കയറാനുണ്ട്, മാതങ്ക ഹില്ല്. ഫോണിൽ ഇനി 2% ചാർജ്, നമുക്കാണെങ്കിൽ 0% ആയി ചാർജ്. വയ്യ, നടന്ന് ഒരു വിധമായിരിക്കണം. നോക്കട്ടെ, കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കയറാം. അവിടെ നമ്മുടെ വിരൂപാക്ഷ ടെമ്പിള്, ഇത് മാതങ്ക ഹില്ല്. ഇതിലൂടെയാണ് നമ്മൾ കയറേണ്ടത്. പലരും വരണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചോദിച്ചോട്ടെ ഗൈസ്, പോവാം. പിന്നെ അല്ല, എല്ലാവർക്കും വൻ സ്പിരിറ്റാണ്, എല്ലാവരും വരുന്നുണ്ടെന്ന് പറയണേ അല്ലേ? പോലെ ഈ ചേട്ടൻ 600 സ്റ്റെപ്പ് എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. അതായത് ഇന്നലെ കയറിയതിനേക്കാൾ സ്റ്റെപ്സ് കൂടുതലാണ്. നോക്കാം നമുക്ക് എത്ര നേരം കൊണ്ട് എത്തും, എത്ര നേരം കൊണ്ട് തിരിച്ചെത്തും എന്നൊക്കെ. ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കയറിയിട്ട് ഇറങ്ങുമ്പോഴേക്കും ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. മേലെ ആൾക്കാർ ഇപ്പോഴും നിൽക്കുന്നൊക്കെ കാണാം. സംഭവം എന്താ വെച്ചാൽ 6:30 ആകുമ്പോഴേക്കും അടയ്ക്കും അത്രേ. അവിടെ മേലെ പൂജ ചെയ്യുന്ന ഒരു പൂജാരി ഉണ്ട്, ഒരാളുണ്ട്. അപ്പം മൂപ്പര് തിരിച്ചു വരികയാണെങ്കിൽ മൂപ്പര് നമ്മളോട് പറയുമല്ലോ ഇനി കയറാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അതുവരെ നമുക്ക് കയറാം. നമ്മൾ കയറി തുടങ്ങി കേട്ടോ. ഗൈസ് റെഡി അല്ലേ? നമ്മളെ ഇന്നലെ പോയ പോലത്തെ സ്റ്റെപ്സ് അല്ല, സ്റ്റെപ്സിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മുട്ടിന് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, വി വിൽ മാനേജ് ഇറ്റ്. ടാസ്ക് ഉണ്ടോ? ചെറിയൊരു ടാസ്ക്, അത്രേ ഉള്ളൂ. കിച്ചു അങ്ങോട്ട് മാറിയൊക്കെ കിച്ചുമാരെ കൂടെ കൊണ്ട് ഫ്രണ്ടിലേക്ക് വെക്കോ. ഷുവർ ആണോ? ഓക്കെ. ചേച്ചി റെസ്റ്റിംഗ്. അപ്പോൾ ചേച്ചിയും അച്ഛവും അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. നമുക്ക് കയറിട്ട് വരാം. ഞങ്ങൾ ഓടി പോയിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ അവരവിടെ ഇരുന്നു. ലെറ്റ്സ് കീപ് ക്ലൈംബിങ്. പൂജാരി എത്തുന്നേക്കാൻ മുന്നേ കുറച്ചധികം ദൂരം കൊണ്ട് കയറണമെന്നാണ് ആഗ്രഹം. ഓടി കയറുന്നേ. ഞാൻ എന്തായാലും പവർ ബാങ്ക് കൂടെ എടുത്തു, ചാർജ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം 2% ആയിരുന്നു ചാർജ്. ഈ മാതങ്ക ഹില്ലിന് രാമായണവുമായി ബന്ധപ്പെട്ടൊരു സ്റ്റോറി ഉണ്ട്, അത് പറഞ്ഞില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ മാതങ്ക എന്ന് പറയുന്ന ഒരു മുനിയുടെ പേരാണ്, മാതങ്ക മുനി. ഈ മുനിക്ക് മേലെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. ഈ മാതങ്ക മുനി ഇങ്ങനെ തപസ്സിരിക്കുന്ന സമയത്ത് നമ്മുടെ വാലിയില്ലേ, വാലി അല്ലെങ്കിൽ ബാലി എന്ന് വിളിക്കലുണ്ട്, സുഗ്രീവൻ്റെ ബ്രദർ ബാലി ഒരു രാക്ഷസനായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിട്ട് ഈ രാക്ഷസനെ കൊന്നിട്ട് ഡെഡ് ബോഡി എടുത്തിട്ട് എറിഞ്ഞു. ഈ എറിഞ്ഞ ബോഡി നേരെ പോയി വീണത് ഈ മുനിയുടെ ആശ്രമത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ ആശ്രമത്തിൻ്റെ പവിത്രത നഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ മുനി വാലിനെ ശപിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് വാലി ഈ മാതങ്ക ഹില്ല് വാലി കയറുകയാണെങ്കിൽ വാലി മരിക്കും എന്ന് പറഞ്ഞിട്ടൊരു ശാപം കൊടുക്കുകയാണ്. ആ സമയത്താണ് വാലിയും സുഗ്രീവനും കൂടെ പ്രശ്നത്തിലാവുന്നത്. അങ്ങനെ വാലി സുഗ്രീവനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന സമയത്ത് സുഗ്രീവൻ വിചാരിച്ചു വാലി ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിൽക്കാമല്ലോ. അങ്ങനെ സുഗ്രീവൻ താമസിച്ച ഹില്ല് കൂടെയാണ് ഈ മാതങ്ക ഹില്ല്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വാലി കയറാ മല എന്ന് പറയില്ലേ നമ്മൾ. അതായത് നമുക്ക് ഭയങ്കര എന്തെങ്കിലും ബുദ്ധിമുട്ട് മേലെ കയറി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ ഇതൊരു വാലി കയറാ മല ആയല്ലോ എന്ന് പറയാം. ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചൊല്ല് വന്നത് ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ്. മാവന്റെ കൈ പിടി. അളിയാ ഇവിടെ കുറച്ച് ടാസ്ക് കേട്ടോ. അതെ, എല്ലാം ഇളകണ്ട് കേട്ടോ. നമ്മളിവിടെ നിക്കാം. ഉണ്ണിയാൻ പോട്ടെ. ഇവിടുന്ന് അങ്ങോട്ടേ, ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോ, ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പ് അല്ല, സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിടുത്തം മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്ട്രെച്ചേ കുറച്ച് ബുദ്ധിമുട്ടാണ് പിള്ളേരെയും കൊണ്ട് കയറാൻ. ഇവിടെ നിന്നുള്ള ഹംപിയുടെ ഒരു വ്യൂ കണ്ടോ, നൈറ്റ് വ്യൂ ഗംഭീരമല്ലേ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പം അത് കാരണം പോയാൽ കുറച്ച് റിസ്ക്കാണ്. കുറച്ച് നേരം കൂടെ ഒന്ന് നടന്നിട്ട് നോക്കിയോട്ടെ എന്താണ് ഫ്രണ്ടിലേക്ക് പാടുന്നുള്ളത്. അവരവിടെ ഇരിക്കുകയാണ്.
സോ ഏരോ മാർക്ക് ഉള്ളതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതായത് ലെഫ്റ്റിൽ ഒരു പിടുത്തമില്ല. അപ്പോൾ ഇത് തിരിച്ചിറങ്ങുമ്പോൾ ഇരുട്ടത്ത് ഭയങ്കര പ്രശ്നമല്ലേ. സോ ബ്രോ, ഹൗ ഫാർ ഈസ് ടെമ്പിൾ? നിയർ? ഓക്കെ. No need to come. I will walk alone. Okay, sir. Near, right? Sir. Oh, this is the temple. Sir. എത്തി കേട്ടോ. അവിടെയാണ് ടെമ്പിള്. ഇനി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. സോ ഇവിടെ നിന്ന് സ്റ്റെപ്പ് വഴി വേണം മേലേക്ക് എത്താൻ. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും ലേറ്റ് ആവും, കാരണം ഗൈഡ്സ് വരെ തിരിച്ചിറങ്ങി തുടങ്ങി. സോ നമുക്ക് മാതങ്ക ഹില്ലിൻ്റെ ഒരു 80% കണ്ടിട്ട് മടങ്ങാം. ഓക്കെ. ഉണ്ടോ, ഫ്ലാഷ് ഓഫ് ചെയ്താൽ തന്നെ ഇരുട്ടാണ്. ഫ്ലാഷിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ നടക്കുന്നത്. ഈ ഏരിയ ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങ് പോകും ഒരു പോക്ക്. പിള്ളേരെയും കൊണ്ട് വന്നാലേ ശരിയാവില്ല. അയ്യോ, ഇതുവഴിയല്ല അല്ലേ? ഏത് വഴിയാ? വഴി കാണാനില്ല ഇപ്പം തന്നെ. ഇതുവഴിയാ? യെസ്, ഇതുവഴിയാണ്. അവിടെന്നേ, സോറി നോട്ട് ടു യു, അവിടെ നിന്ന് കുറച്ചും കൂടെ കയറി എത്തും, പക്ഷെ ഇരുട്ടാ. ആ ബാ, കൈ പിടിച്ചോ. ചെറിയ സ്റ്റെപ്പ് വെച്ചു, ചെറിയ സ്റ്റെപ്പാ. ഞാൻ കൈ വിടട്ടെ? ഞാൻ ഇറങ്ങട്ടെ? ഞാൻ താഴെ ഇറങ്ങിക്കാം. നമ്മൾ താട്ടിറങ്ങല്ലേ, നമ്മളിനി പോണില്ല. ഞാൻ അവിടെ കൈ പിടിച്ചോ. ഇത്രേ ഉള്ളൂ, കമോൺ. സംഭവത്രേ ഉള്ളൂ. ഇനി ഫുൾ സിമ്പിൾ സ്റ്റെപ്പ് അനിച്ചു. ഈ സ്റ്റെപ്പിൽ എനിക്ക് പേടിയത് അല്ലേ? പതുക്കെ പിടിച്ചിറങ്ങട്ടാ. ഞാൻ ഇറങ്ങിയിട്ട് നീ ഇറങ്ങിയാൽ മതിയേ. ഒന്ന് നോക്ക്, ലൈറ്റ് ഇല്ല. സുബിളിൽ പോണില്ല. എടാ, ഞാൻ ഇറങ്ങിയിട്ട് നീ ഇറങ്ങിയാ, നീ പേടിക്കണ്ട. ബാ എടാ, ഇറങ്ങിക്കോടാ. പിടിച്ചിട്ടുണ്ടടാ. ആ, നീ അളി കൊണ്ടോ. ബാ, പിടിച്ചോ, നീ എന്നെ പിടിച്ചോ. എന്താ ഒരു പ്രശ്നമില്ല, കരയണ്ട. ബാ, എന്താ ഉണ്ടെന്നാ? എൻ്റെ കൈ വിടല്ലേ, എൻ്റെ കൈ പിടിക്ക്. ഈ കല്ലുമ്മ ചവിട്ട്. കുറച്ചൊരു വെളിച്ചണ്ടേ, സിമ്പിളല്ലേ? എടാ, അമ്മ ഇപ്പൊ എത്തോടെ നമ്മള് ബാക്കിയുള്ളവര് ജയ് ശ്രീറാം വിളിച്ചിറങ്ങുമ്പോ നമ്മള് അമ്മ വിളിച്ചിട്ടാണ് ഇറങ്ങുന്നത്. വാ എണീച്ചു. എടാ, കഴിഞ്ഞടാ, വലിയ സ്റ്റെപ്പ് കഴിഞ്ഞു, ഇതൊക്കെ ചെറിയ സ്റ്റെപ്പാ. നീ അവിടെ സ്ലിപ്പാവണം. നീ കുഴി വീഴൂല. പിടിച്ചോ. ഇല്ല ഇത് കറക്റ്റാ. ഇതാ കഴിഞ്ഞ് ബാ. നീ കുഴിയിൽ വീഴില്ല നിച്ചു. നീ കുഴിയിൽ വീഴൂല. കുഴിയിൽ വീഴില്ല നിച്ചു. ഇതാ ഇവിടെ ഇതൊക്കെ ചെറിയ കുഴിയാ. നമുക്ക് ഇവിടെ മണ്ണുണ്ട്, കണ്ടോ? ബാ. അതെ, ഹനുമാമനല്ല, ഹനുമാനുണ്ട്, ഉണ്ണിമാമയുണ്ട്. ബാ. ഒരു മിനിറ്റ്. ഓക്കെ, വൺ അഡ്വഞ്ചർ ഫീല്. ലൈവ് ചേച്ചി വന്നാലേ പണി പാളിയുന്നേ. ഇതിലെയോ? आप जाओ. പൂജാരിനെ മരുന്ന് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ. എനിക്ക് ഇറങ്ങിപ്പോയാലും പൂജാരി ഉണ്ടാണോ അറിയില്ല. ഞങ്ങളിങ്ങനെ താഴെ എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു?
അടിപൊളി ഭീകരം. അഡ്വഞ്ചറസ് ആയിരുന്നു കേട്ടോ. അത് കുറച്ചും കൂടെ ആയപ്പോഴും അതെ 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 പകലാവാത്തത് കൊണ്ടാണ് ഇത്രയും അഡ്വഞ്ചറസ് ആയത്. കുറച്ചൊന്ന് പേടിച്ചു കേട്ടോ നിച്ചു കരഞ്ഞപ്പോ. സത്യം പറയാലോ ഇനിയിപ്പോ എങ്ങനെയാന്ന് ഇറങ്ങുക എന്നൊരു ചിന്ത വന്നു. നമ്മളവിടെ നാട്ടിലൊക്കെ മലയിലൊക്കെ പെട്ടാല് റെസ്ക്യൂ ടീം വരുമല്ലോ. അതെ 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 വിളിക്കണോ 911 വിളിക്കണോന്ന് ആലോചിക്കായിരുന്നു. അതെ ആഞ്ജനാദ്രിയില് കയറിയരെ ആ ഒരു എല്ലാം കൂടെ കയറാൻ നോക്കിയത് നമ്മള്. പക്ഷെ ടാസ്ക് ആയി. ഞങ്ങൾ ഏറ്റവും മേലെ എത്തിയില്ല. ഇവരൊരു 75%. ഞാൻ അവിടെ നിന്ന് കുറച്ചും കൂടെ മേലേക്ക് കയറി. അവിടെ നിന്ന് ഇരുട്ടാ പിന്നീട് ഇറങ്ങി. അതുപോലെ ആ വഴിയിൽ തന്നെ താഴ്ത്തേക്ക് വൻ കരച്ചില്. സോ ദിസ് ഈസ് അവർ ഹോട്ടൽ ഫോർ ടു നൈറ്റ്. നമ്മുടെ ടെമ്പിൾ സൈഡിൽ തന്നെയാണ്. ടെമ്പിൾ സൈഡിലാകുമ്പോൾ കുറച്ച് അധികം സ്റ്റേ സൗകര്യങ്ങളുണ്ട്. 3 റൂം 216. അതെ തന്നെ 215 214. 3 പേർക്ക് കിടക്കാൻ സുഖകരമായിട്ട് ബെഡ്. പിന്നെ ഇവിടെ ഒരു ചെറിയ സോഫ, ഒരു TV, ബാത്റൂം കൂടെ കാണിച്ചു തരാം. വിശാലമായ ബാത്റൂം. സോ 3 റൂമിനും കൂടെ മിറർ അവിടെ. സോ 3 റൂമിനും കൂടെ 12,000 rupees. അപ്പോൾ ഗൈസ് ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യണില്ല. നമ്മൾ നാടിലെത്തിയിട്ട് എൻ്റെ ഉള്ളൂ. നാട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് കാണിക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം രാവിലെ 4 മണി. നമ്മൾ തിരിച്ച് നാട് പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിള്ളേരൊക്കെ ഉറങ്ങുകയാണ്. ഇവരെ പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോണ്ടി വരും. അളിയൻ നേരത്തെ എണീറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. സോ അളിയൻ ഡ്രൈവ് ചെയ്യും, നമ്മൾ കുറച്ചു നേരം കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ വിജയനഗര സാമ്രാജ്യത്തിന് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇപ്പോൾ സമയം എത്ര കളിയാണ്? 8:50. 8:50 9 മണിയായി. നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് പോകുന്നത്, മൈസൂർ റൂട്ടിന്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഗൂഗിൾ മാപ്പ് ഏതോ ഒരു ഡൈവേഷൻ തന്നു. കുറച്ച് അധികം വലിയ ഡൈവേഷനായിരുന്നു. അതിൻ്റെ എടുത്തതോട് കൂടിയിട്ട് ഹോട്ടലും ഇല്ല, ഒന്നുമില്ലാത്ത ഏതൊക്കെയോ സ്ഥലങ്ങൾ, കുറേ ഹള്ളികൾ. അവസാനം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിന്നിട്ട് കഴിക്കാനുള്ള സെറ്റപ്പ്. അപ്പുറത്ത് ഇരുന്നിട്ടും കഴിക്കാം. എന്താ ഉള്ളത്? ഇഡ്ഡലി വട. ഗുഡ് മോർണിംഗ്. സാമ്പാർ, നല്ല ചൂടാവി പറക്കുന്ന സാമ്പാർ. സോ 2 പ്ലെയിൻ റോസ്റ്റ്, മസാല ദോശ, പൂരി. 5 പേര് ഇവിടെ, 4 പേര് ഇവിടെ. ഇപ്പൊ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് നമ്മുടെ നാട്ടിലേക്ക് 6 മണിക്ക് എത്തുന്നതാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ബ്ലോക്ക് കൂടുമല്ലോ. നമ്മൾ മൈസൂർ എത്തിയിട്ട് മൈസൂർ കൊട്ടാരത്തിന്റെ മുന്നിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. പണ്ട് സ്ഥിരം ഇങ്ങോട്ടാണല്ലോ ട്രിപ്പ് സ്കൂളിൽ നിന്ന്. ഊട്ടി മൈസൂർ കണ്ട് പഴകിയ സ്ഥലമാണെങ്കിലും രസമുണ്ട് ഇപ്പോഴും കാണാൻ. Guys, katana. This is the real banana. അപ്പൊ ആനേനെ കണ്ടില്ല എന്നുള്ള വിഷമം അടുത്ത് നിന്ന് കണ്ടിട്ട് മാറി. സന്തോഷമായിട്ട് തിരിച്ചു പോവാം. നമസ്കാരം ഗൈസ്, നമ്മൾ വീടെത്തി. രാവിലെ 4 മണിക്ക് കയറിയതാ. 4:50. ഇപ്പൊ സമയം 8:30 മണി. ഇറങ്ങിക്കോ. 4 ദിവസത്തെ ഹംപി എക്സ്പ്ലോറേഷന് ശേഷം നമ്മൾ തിരിച്ച് വീടെത്തിയിരിക്കുന്നു ഗൈസ്. ഹായ്, എത്ര കാലമായി കണ്ടിട്ട്. അപ്പോ എപ്പോഴും പറയുന്ന പോലെ ഹംപി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഹംപി ട്രിപ്പ് 2000.
അപ്പോൾ 2025 ജനുവരിയിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു യാത്ര പോകാൻ സാധിച്ചത് വളരെ സന്തോഷം. വീണ്ടും അടുത്ത യാത്രയുമായിട്ട് ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ ഗൈസ് ബൈ ബൈ പറ. ബൈ. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.